വെറും പാലും പഞ്ചസാരയും മാത്രം ചേർത്ത് വളരെ രുചികരമായ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ സ്വാദിലുള്ള പാൽപ്പേടയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ഹോം ഓഫ് റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇവിടെ ഇപ്പോൾ ഒരു 3/4 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പാൽ അധികം വരുന്ന ദിവസം ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. അപ്പോൾ ഒരു 3/4 ലിറ്റർ പാല് ഒരു സോസ് പാനിൽ വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം 6 മിനിറ്റ് ആവാറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പാല് ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര വരെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇളക്കാതിരിക്കാം. പക്ഷേ തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലാണ് ഇതിപ്പോൾ തിളപ്പിക്കുന്നത്. അത് എന്തുകൊണ്ട് ഇളക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഇത്രയും ഹൈ ഫ്ലെയിമിൽ വെക്കുന്ന സമയത്ത് ഒന്നുകിൽ തിളച്ച് പുറത്തേക്ക് വരും, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അടുക്കി പിടിക്കും. അപ്പം നമ്മൾ ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു നോൺ സ്റ്റിക്ക് പാനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെറിയൊരു പാൻ ആയതുകൊണ്ടാണ് ഇത്രയും സമയം നമുക്ക് എടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ള പാനാണെങ്കിൽ അങ്ങനെയുള്ളത് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ നല്ല ക്ലീൻ ആക്കിയിട്ട് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം നമ്മൾ പാലിൻ്റെ ഒരു സാധനമല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ വൈഡ് ആയിട്ടുള്ള പാനാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോഴും നമ്മൾ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, പാല് നല്ല തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു 50 മിനിറ്റ്, ഏകദേശം 1 മണിക്കൂർ ആവാറായി നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ തിളപ്പിക്കാൻ തുടങ്ങിയിട്ട്. ഈ ഒരു കൺസിസ്റ്റൻസി എത്തിക്കഴിഞ്ഞാൽ നമ്മളിനി ഫ്ലെയിം നന്നായി കുറച്ച് വെക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇതൊന്നുകൂടെ നന്നായിട്ടൊന്ന് കുറുക്കി ഒരു മാവിൻ്റെ പരുവത്തിലാക്കി എടുക്കണം. അപ്പോൾ ഈ സൈഡിലുള്ള ഇതൊക്കെ ഇതുപോലെ നമുക്ക് ഒരു തവി വെച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കണ്ടോ ഈ ഒരു പരുവാക്കി നമുക്ക് ഇതിനെ റെഡിയാക്കി എടുക്കണം. ഈ സമയത്ത് ഫ്ലെയിം നല്ല ലോ ആക്കി വെക്കണം, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഇതിൻ്റെ താഴത്തെ വശം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നല്ലൊരു മാവിൻ്റെ പരുവായി വന്നില്ലേ? വെറും 3/4 ലിറ്റർ പാല് മാത്രമാണ് നമ്മൾ ഇതുവരെ ചേർത്തിട്ടുള്ളത്. നമ്മൾ ഇതുവരെ ഇതിലേക്ക് പഞ്ചസാര ചേർത്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നേരത്തെ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കട്ടിയായിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം. 1 2 3 4 ടീസ്പൂൺ പഞ്ചസാരയാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മധുരത്തിനനുസരിച്ചിട്ട് വേണമെങ്കിൽ കൂടുതൽ മധുരം വേണമെങ്കിൽ ഇനിയും പഞ്ചസാര ചേർക്കാം. ഇത് നമുക്ക് ഒരു സാധാരണ നമുക്ക് പേടയൊക്കെ കഴിക്കുമ്പോഴുള്ള ചെറിയൊരു മധുരമല്ലേ, അതാണ് ഇപ്പോൾ ഈ ഒരു ഇത്രയും മധുരം ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇപ്പം നമ്മൾ പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ വീണ്ടും ആ ഒരു കട്ടിയുള്ള ഡോ മാറിയിട്ട് വീണ്ടും അല്പം ലൂസായിട്ടുണ്ട് ഇതിൻ്റെ മാവല്ലേ. അപ്പോൾ ഇത് ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട്, നേരത്തെ ലോ ഫ്ലെയിമിലാക്കി വെച്ചായിരുന്നു, അവിടുന്ന് കുറച്ചുകൂടെ മീഡിയം ആക്കിയിട്ട് ഇതേപോലെ നല്ലൊരു കട്ടിയുള്ള മാവാക്കി എടുക്കാം. ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് അടുക്കി പിടിക്കും. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. കാരണം ഇതേ പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് അതിൻ്റെ താഴത്തെ വശം കൂടുതൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ആ പാത്രത്തിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന അത്രയും നമുക്ക് മാറ്റിയിട്ട് ഈ പ്ലേറ്റിലേക്ക് എടുക്കാം. അതുപോലെ തന്നെ ആ തവിയിലൊക്കെ ഒട്ടിപ്പിടിച്ചതൊക്കെ ഇതുപോലൊരു സ്പൂണ് വെച്ചിട്ട് നമുക്ക് ഈ പ്ലേറ്റിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പതുക്കി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂട് എളുപ്പം ആറി കിട്ടുമല്ലോ. നമുക്കിത് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ഒരു ചൂടായി കിട്ടണം. അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അല്പം നന്നായിട്ട് കുഴച്ചാലാണ് ഇത് നല്ല ക്രാക്കില്ലാതെ നല്ലൊരു പേടയുടെ ഷേപ്പാക്കി എടുക്കാൻ പറ്റുന്നത്. ഒരു 1-2 മിനിറ്റ് ഒന്ന് നന്നായി കുഴച്ച് ഇതുപോലെ കയ്യിലൊന്നും ഒട്ടാത്ത ഒരു മാവാക്കിയിട്ട് നമുക്ക് കിട്ടണം. ഈ സമയത്ത് വേണമെങ്കിൽ കയ്യിൽ നെയ്യ് തടവി കൊടുക്കാം. ഇതുപോലെ അല്പം നെയ്യ് തടവിയതിന് ശേഷം ഇതിൽ നിന്ന് ചെറിയ ഉരുളകളാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ 2 കൈയിലെയും ഇടയിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊരു ബോളാക്കി എടുക്കാം. വളരെ ജെന്റ്ലി ഒന്ന് പ്രഷർ കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇനി വളരെ പതുക്കെ അതിൻ്റെ മുകളിലൊന്ന് അമർത്തി കൊടുക്കാം. ഇതിപ്പോൾ പ്രഷർ അല്പം കൂടിപ്പോയി, അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ക്രാക്ക് വന്നത്. അപ്പോൾ വളരെ ജെന്റ്ലി തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമുക്ക് സൈഡൊക്കെ ഒന്ന് ശരിയാക്കിയതിന് ശേഷം, ഇതിപ്പോൾ ഒരു ഇളം ചൂട് മാത്രമാണ് ഇതിനുള്ളത് കേട്ടോ, കയ്യിൽ വെക്കാൻ പറ്റുന്ന ഒരു ചൂട്. ആ ഒരു സമയത്ത് തന്നെ ഇത് ഉരുട്ടിയെടുക്കണേ, ഇല്ലെങ്കിൽ ഇത് നമുക്ക് ഉരുളകളാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം.
ഇതുപോലെ ഇതിൻ്റെ മുകളിൽ പ്രത്യേകിച്ച് ഷേപ്പൊന്നും ആക്കാതെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ സെർവ് ചെയ്യാം. ഇനി അതല്ല, അച്ചുണ്ടെങ്കിൽ അച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ആ ഷേപ്പ് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഉരുള ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ വളരെ ജെന്റ്ലി അതിൻ്റെ മുകളിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടോ, ക്രാക്കൊന്നും ഇല്ലാതെ നല്ലൊരു പേടയാക്കി കിട്ടിയില്ലേ. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇതുപോലെ എണ്ണയിൽ നിന്ന് കോരുന്ന ഇതേപോലത്തെ സാധനമല്ലേ, അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടോ, ഇതുപോലെ നല്ലൊരു ഷേപ്പായി കിട്ടും. അപ്പോൾ എങ്ങനെ വേണം നമുക്കതിൻ്റെ ഷേപ്പാക്കി കൊടുക്കാൻ, അതേസമയം ഇതുപോലെ ഫോക്ക് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതുപോലെ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് താല്പര്യമുള്ള രീതിയിൽ അതിൻ്റെ മുകളിൽ ഓരോ ഡിസൈൻ ആക്കി കൊടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ സ്പൂണിൻ്റെ പിൻവശം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് ഷേപ്പാക്കി കൊടുക്കാം. കണ്ടോ, അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ പേടകളും ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇവിടെ ഇപ്പോൾ 9 പേടകൾ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ചിലത് കുറച്ച് വലുതാണ്, പക്ഷേ ഏകദേശം നമുക്ക് ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ആ മോഡൽ അതേ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് സൂപ്പർ ടേസ്റ്റിയാണ്. നമ്മൾ ഇത്രയും സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇത്രയും സമയം എന്തിനാണ് ഇതിന് ഇത്രയും കഷ്ടപ്പെടുന്നത്. പക്ഷേ അത് കഴിച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഫീലിംഗ് ഒക്കെ മാറും. കാരണം അത്രയും സ്വാദാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.